ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ സിക്ക് ഡേ വ്ളോഗാണ് കേട്ടോ. പനി പിടിച്ച് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തെന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ആസ് യൂഷ്വൽ ബ്രഷൊക്കെ ചെയ്തിട്ട് പനി ആയതുകൊണ്ട് ഒരു കട്ടൻ കാപ്പിയിൽ 3 പീസ് ബ്രെഡിലാണ് എൻ്റെ ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചത്ത് കിടക്കലാവുമെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ബെഡൊക്കെ ഒന്ന് ക്ലീനാക്കി റൂം കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ മാഗി ഉണ്ട്. സോ മാഗി ഉണ്ടാക്കി വീണ്ടും ലാപ്ടോപ്പിൽ റാൻഡം വീഡിയോസൊക്കെ കണ്ടങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നു. എന്താ അറിയില്ല, ഇങ്ങനെ പനിയൊക്കെ വരുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാനുള്ളൊരു കൊതി ഉണ്ടാവും. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ സിക്കാവുന്ന സമയത്ത് ഇങ്ങനെ ഫുഡിനോട് കുറച്ച് ക്രേവിങ്സ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. അതൊക്കെ കഴിഞ്ഞ് വേറെ എന്തോ കഴിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് ഈ 2 സാധനത്തിനെ കണ്ടത്. സോ എന്തായാലും വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ആവാമെന്ന് വിചാരിച്ചാൽ അതിലൊന്ന് ഞാനങ്ങ് സെലക്ട് ചെയ്തു. പൊട്ടിച്ച് മുഖത്തിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് ഞാൻ അപ്ലൈ ചെയ്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയത് ഈ പൈനാപ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പൈനാപ്പിൾ അതിൻ്റെ ഉള്ളിലിരുന്ന് കേട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ആളെ ശരിയാക്കണം. സോ അത് ഞാൻ ചെറിയ ചെറിയ പീസസൊക്കെ ആക്കി കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈനാപ്പിളും കഴിച്ച് അങ്ങനെ കുറേ നേരം ഞാൻ അങ്ങനെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഉമ്മക്കും വല്യമ്മക്കൊക്കെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഇവരോടൊക്കെ കുറേ നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഞാൻ എൻ്റെ കുറേ പഴയ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് ചെയ്തിട്ടും കുറേ ആളുകളൊക്കെ വിളിച്ചിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫ്രീ ആകുമ്പോഴേ നമുക്കിങ്ങനെ കണക്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് സിക്കായ ഭയങ്കര ഫുഡ് ക്രേവിങ്സ് ആണ് കേട്ടോ, എസ്പെഷ്യലി ചോക്ലേറ്റ്സൊക്കെ. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണല്ലോ. സോ 2 ചോക്ലേറ്റ്സ് ഞാൻ വാങ്ങിച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഗിഫ്റ്റ് പ്രിപ്പറേഷനിലായിരുന്നു. എൻ്റെ ഫ്രണ്ടിന് ഒരു ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു ബേബി ബർത്ത് ഫ്രെയിം ഗിഫ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബേബീൻ്റെ ഡീറ്റെയിൽസും ഫോട്ടോ ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് പരിപാടിയായിരുന്നു. പിന്നെ ഞാനത്തെ എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്വന്തമായിട്ടൊരു ഗിഫ്റ്റ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ അതെന്തായാലും സക്സസ്ഫുള്ളി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈവനിങ് ആയ നേരത്ത് ഞാനൊരു രാഗിയുടെ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കനും എഗ്ഗൊക്കെ ഇട്ടിട്ടുള്ളൊരു ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ്. നമുക്ക് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പുറത്താണ് പോയത്. മജീദ്ക്ക് തന്നെ ചായക്കടയിൽ പോയിട്ട് ബിരിയാണിയും നെയ്ച്ചോറൊക്കെ നമ്മൾ പാർസൽ വാങ്ങുക ചെയ്തത്. നല്ല തിരക്കായിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ കഴിച്ചു. സോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു സിക്ക് ഡേ. ഐ തിങ്ക് സിക്ക് ഡേ ആണ് കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് വന്നത്.